നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള പ്രമുഖരൊക്കെ അവിടെ സംസാരിക്കുന്നു. പേട്രണേജും സപ്പോർട്ടും കൊടുക്കരുത്. എവിടെ നിന്നാണ് ഉറവിടം? ഞങ്ങൾ ചോദിച്ചു. പണ്ട് കേരളത്തിലേക്ക് സ്പിരിറ്റ് ഒഴുകുമായിരുന്നു, അനധികൃത സ്പിരിറ്റ്. എങ്ങനെയാണ് അത് അവസാനിപ്പിച്ചത്? സ്പിരിറ്റ് കൊടുത്തുവിടുന്ന ആളുകളെ അന്വേഷിച്ചു പോയി, അവരെ പലരെയും അറസ്റ്റ് ചെയ്തു. അപ്പോൾ സ്പിരിറ്റ് മാഫിയ തീരുമാനിച്ചു കേരളത്തിലേക്ക് ഇത് അയക്കണ്ട, അങ്ങനെയാണ് നിർത്തിയത്. അതുപോലെ ഡ്രഗ്സ് കേരളത്തിലേക്ക് അയച്ചാൽ അപകടമാണ്, ഞങ്ങൾ കൂടി പിടികൂടപ്പെടും എന്നുള്ള തോന്നൽ ഈ ഉറവിടത്തിലുള്ളവർക്ക് ഉണ്ടാകണ്ടേ? ഇത് വലിയ കോടിക്കണക്കിന് രൂപയുണ്ടാക്കുന്ന ബിസിനസ്സാണ്. അതിന്റെ പുറകെ പോയി അതിന് ഉത്തരവാദികളായ ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ കേരളം തകർന്നു പോകും, കേരളത്തിന്റെ യുവത്വം ഇല്ലാതാകും. ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കൊലയ്ക്ക് കൊടുക്കണമോ എന്നാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരെ രക്ഷിക്കണ്ടേ? ഈ കുടുംബങ്ങളിലെ ഭീതി നമുക്ക് അവസാനിപ്പിക്കണ്ടേ? ആളുകളുടെ ഉത്കണ്ഠ തീർക്കണ്ടേ? ഈ അക്രമങ്ങൾ അവസാനിപ്പിക്കണ്ടേ? എല്ലാ കഥയും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, പലരും പറയുന്നത് വീടുകളിൽ എത്തിയാൽ അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് കഴിക്കുന്നത്. വീടുകളിലുള്ള സ്ത്രീകൾക്ക് പോലും ഭയമാണ്. ആ രീതിയിൽ കേരളം എത്തുമ്പോൾ നമ്മൾ അതിനെതിരായി പ്രതിപക്ഷം ഉപവാസ സമരവുമായിട്ടാണ് ലഹരിക്കെതിരെ വരുന്നത്. ലഹരി മാഫിയയുടെ കണ്ണുപൊട്ടിക്കാൻ ജാഗ്രതയുള്ള ഇടപെടൽ വേണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നേരത്തെ സ്പിരിറ്റ് മാഫിയ ഒതുക്കിയത് എങ്ങനെ എന്നതുപോലെയുള്ള നീക്കങ്ങൾ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും എല്ലാവരും ഒന്നിച്ചു നിൽക്കട്ടെ, ലഹരിക്കെതിരെ ഒരു പുതു മാതൃക സൃഷ്ടിക്കാൻ കേരളത്തിന് കഴിയട്ടെ.